മുനമ്പം വിഷയത്തിൽ കുളം കലക്കി മീൻ പിടിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫ് ബിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന ബിജെപി പ്രചാരണം തനി തട്ടിപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഭൂമിയുമായി ബന്ധപ്പെട്ട നിലപാട് ലീഗിന്റെ വഖഫ് ബില്ലിലെ കാപട്യം തുറന്നുകാട്ടുന്നതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പാർലമെന്റിൽ വഖഫ് ബില്ല് പാസാക്കിയ സാഹചര്യത്തിൽ ദുഷ്ടലാക്കോടെയുള്ള രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ദൗർഭാഗ്യവശാൽ അതിന് കേരളത്തിലെ പ്രതിപക്ഷം പിന്തുണ നൽകുകയാണ്. വഖഫ് ബിൽ മുൻനിർത്തി മുനമ്പം ജനതയെ പറ്റിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. നമ്മുടെ ഇതിൽ കാണേണ്ട കാര്യം ഇത് വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും. ഈ കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയൊരു നടപടിയിലാണ് ചിലർ വലിയ താല്പര്യം കാണിച്ചത്. യഥാർത്ഥത്തിൽ അതിലേറ്റവും മുൻപന്തിയിൽ നിന്നത് BJP തന്നെയാണ്. സംഘപരിവാറിൻ്റെ അജണ്ട എന്ന നിലക്കാണ് ആ കാര്യങ്ങൾ വന്നത്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് ഭൂമി വിഷയത്തിലെ ലീഗ് നിലപാട് വഖഫ് ബില്ലിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പാണെന്നും മുഖ്യമന്ത്രി. പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് UDFൽ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാന പാർട്ടിയാണത്. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തീർത്തും ഇരട്ടത്താപ്പിൻ്റേതാണ്. ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത്. അത് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജുമായി ബന്ധപ്പെട്ട സർ സയ്യിദ് കോളേജ് സ്ഥിതി ചെയ്യുന്ന വസ്തു തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റേതല്ലെന്നും അത് നരിക്കോട് ഈറ്റിശ്ശേരി ഇല്ലം വകയാണ് എന്നുമുള്ള വിചിത്രമായ കണ്ടെത്തലാണ് ഉന്നയിച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉടമസ്ഥതയിൽ വർഷങ്ങളായുള്ള ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. BJPയുടെ വഞ്ചന തുറന്നു കാട്ടുമ്പോൾ ലീഗ് കാണിക്കുന്ന ഇത്തരം നിലപാടുകൾ ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.